നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. KCBയിൽ വിളിച്ചിട്ടേ പത്മ ടീച്ചറിന്റെ വീടാണെന്ന് പറഞ്ഞാൽ മതി, അപ്പൊ തന്നെ അവര് വന്ന് ശരിയാക്കി തരും. VVIP അല്ലേ? ഹലോ, അത് വെച്ച് നോക്കുമ്പോഴേ നീ അവളെ കല്യാണം കഴിക്കാൻ പോണെന്ന് എനിക്ക് തോന്നുന്നേ. പ്രായം എന്നോടൊപ്പം ആയിരുന്നെങ്കിലേ ഇപ്പൊ തന്നെ ഞാൻ ഞെക്കി കൊന്നേനെ. ഓ ഓ വേണ്ട, മനസ്സിലെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. അത് നടക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. ഓ നിന്റെ ഉദ്ദേശം എനിക്കും മനസ്സിലായി. അങ്ങനെ ഒരു ചെകുത്താനെ എന്നെ കൂടെ ചേർത്ത് നിർത്താൻ എങ്ങനെയാ തോന്നുന്നേ? അപ്പൂപ്പൻ അങ്ങനെ പലതും പറയും. അച്ഛൻ അടുത്ത പണി പറ. വെളിച്ചത്തിൽ നിന്റെ പത്മ ടീച്ചറെ കാണാൻ നല്ല ഭംഗിയല്ലേ? ആ, ഇരുട്ടത്താണെങ്കിലോ ഒരു ഭംഗി ഉണ്ടാവില്ല. എന്നാ പിന്നെ ഇന്നവർക്ക് വെളിച്ചം വേണ്ട. നീ എന്തുവാ ചെയ്യാൻ പോകുന്നേ? സിമ്പിൾ, അവരുടെ ഫീസ് ഊരാൻ പോവാ. ഇന്ന് പത്മ ടീച്ചറും കുടുംബവും ഇരുട്ടത്തിരുന്നാ മതി. മോനെ, വലിയ ദ്രോഹം ഒന്നും കാണിക്കാതെടാ, അവര് വല്ലാണ്ട് ബുദ്ധിമുട്ടും കേട്ടാ. അതാണല്ലോ എനിക്ക് കാണേണ്ടത്. ബുദ്ധിമുട്ടട്ടെ. ഇനി ഒരിക്കൽ പോലും എന്നോടോ എന്റെ മോളോടോ എതിർത്തൊരു വാക്ക് പറയാൻ അവൾക്ക് തോന്നരുത്. അതെ, അപ്പൂപ്പനൊന്നും പറയണ്ട. ഓ അച്ഛൻ വാ. അമ്മ അവർ പോയി കിടന്നൂടെ? ഒന്നും പറയാൻ പാടില്ലേ? ഇവരാര് മഹാരാജാവോ? രണ്ടും കണക്കാ. കൊല്ലുന്ന രാജാവിന് തിന്നണ രാജാവ്. ഓ, ഈ നശിച്ചൊരു മുട്ട് ഇതൊന്ന് ഇളക്കി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഓ, നിത്യേച്ചി, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഇടുവോ? ആ ആദി, എടാ അവിടെ നിക്ക്. ആദി മോനെ, മോനെ കഴിക്ക്. ഇതെന്താ മോൻ കഴിക്കാത്തത്? നിത്യാമ്മ വാരിത്തരാത്തത് കൊണ്ടാണോ? അതുകൊണ്ടൊന്നല്ല, നല്ല അടി കൊടുക്കാഞ്ഞിട്ടാ. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വഷളാക്കിക്കൊണ്ടിരിക്കല്ലേ. ആണോ നിത്യമേ? ഞാൻ നല്ല കുട്ടിയല്ലേ? എന്നിട്ട് ജ്യോതി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജ്യോതിക്കേ മോനോട് കെറുവാ. അപ്പൊ മോൻ എന്താ ചെയ്യേണ്ടത്? അമ്മ വാരി തരുന്നതൊക്കെ പെട്ടെന്ന് അങ്ങ് കഴിച്ചു കാണിക്കണം. വാ തുറന്നേ. ആ ആ, എനിക്ക് പേടിയാ. നിത്യേച്ചി, കറണ്ട് പോയതാണോ? ആ, ഇതെന്ത് ഈ നേരത്തൊരു കറണ്ട് പോക്ക്? അമ്മമ്മ, എനിക്ക് പേടിയാവുന്നു. പേടിക്കാതെ മോനെ, അമ്മമ്മ ഇവിടെ ഇല്ലേ? എല്ലായിടത്തും പോയോ നോക്കട്ടെ. എല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ, നമുക്ക് മാത്രം പോയിരിക്കുന്ന. നിത്യേച്ചി, അയാളെ ഒന്ന് വിളിച്ചു നോക്ക്. ആരെ? ഹരിയേട്ടനെ. അയാളല്ലേ വീടിന്റെ ഓണർ. ഞാൻ അയാളൊന്നും വിളിക്കില്ല. ആർക്കാ വിളിക്കണ്ടെന്ന് വെച്ച് വിളിച്ചോ. ഇനി അതിന് നിങ്ങൾ ബഹളം വെക്കണ്ട, ഞാൻ വിളിച്ച് ചോദിച്ചോളാം. അമ്മ നോക്കിക്കോ, അയാൾ നേരെ ചൊവ്വ മറുപടി ഒന്നും പറയില്ല.
നീ ഇപ്പൊ ശരിക്കും ഹാപ്പി അല്ലേ? ഞാനിപ്പോ ശരിക്കും ഹാപ്പിയായി. ഉം. ഇന്ന് രാത്രി മാത്രല്ല, എല്ലാ ദിവസവും രാത്രിയും നമുക്ക് ഫ്യൂസ് ഊരണം അച്ഛാ. ഉം. കറണ്ട് പോയ ആൾക്കാരാ. എടുക്കണ്ട അച്ഛാ. എടുക്കണം. പറയുന്നൊക്കെ കേക്കണ്ട നമുക്ക്. ഹലോ, ആ ആ, ഞാൻ സുജാതയാണ് മോനെ. അവിടെ കറണ്ട് ഉണ്ടോ? ഞങ്ങൾ ഈ വീട് വെച്ച കാലം മുതലേ ഇവിടെ കറണ്ടുണ്ട്. അതല്ല മോനെ ഞാൻ ചോദിച്ചത്. ഇപ്പൊ അവിടെ കറണ്ട് ഉണ്ടോന്നാ ചോദിച്ചത്. ആ ഉണ്ട്. എന്നാ ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ല. കറണ്ട് പോയി കഴിഞ്ഞാലേ KCB-യിലേക്കാ വിളിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും അവിടെ ആർക്കും ഇല്ലേ? അല്ല, ലോകകാര്യങ്ങൾ മൊത്തം അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ. വിളിച്ച് ചോദിക്കാൻ പറ. അങ്ങനെ പറയച്ചാ. അല്ല, KCB-യിൽ വിളിച്ചിട്ടേ പത്മ ടീച്ചറിന്റെ വീടാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ അവര് വന്ന് ശരിയാക്കി തരും. VVIP അല്ലേ? ഹലോ, അയാൾ എന്താ പറഞ്ഞത്? KCB-യിൽ വിളിച്ച് ചോദിക്കാൻ. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം കിട്ടിയോ? അമ്മ ഫോണിൽ നിന്നേ. വേണ്ട മോളെ, വഴക്കിനൊന്നും നിക്കണ്ട. ഫോണിങ് തരാനല്ലേ പറഞ്ഞ? ഇന്ന് രാത്രി എന്തായാലും ഈ ഫ്യൂസ് നമ്മൾ കുത്തില്ല. ചൂടും കൊതുകും ഒക്കെ ആവുമ്പോ പത്മ ടീച്ചർ ഒരു പാഠം പഠിക്കും. ഇപ്പോഴാ എന്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആയത്. അയ്യോ, ഹലോ, ഞാൻ പത്മയാ. ഞങ്ങളുടെ പോർഷനിൽ മാത്രാണല്ലോ കറണ്ട് ഇല്ലാത്തത്. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടല്ലോ. പോവുകയാണെങ്കിൽ രണ്ട് വീട്ടിൽ ഒരുമിച്ച് പോണ്ടേ? നാളെ വഴിയിൽ വെച്ചെങ്ങാനും കറണ്ടിനെ കാണുമ്പോ ചോദിച്ചാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.